കുട്ടികൾക്ക് കഴിക്കാനായി വാങ്ങിയ പപ്സിനുള്ളിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് വാങ്ങിയ ബേക്കറിയിലെത്തി പരാതി പറഞ്ഞപ്പോൾ ഉടമ ആക്ഷേപിച്ചെന്ന് വീട്ടുകാരുടെ പരാതി. കരുനാഗപ്പള്ളി തഴവ മണപ്പള്ളിയിലാണ് സംഭവം. മണപ്പള്ളി സ്വദേശി പ്ലാവിള പടിയിറ്റതിൽ അബ്ദുൾ മജീദ് കഴിഞ്ഞ ദിവസം മണപ്പള്ളി ജംഗ്ഷനിലുള്ള ബെസ്റ്റ് ബേക്കറിയിൽ നിന്നാണ് കുട്ടികൾക്ക് കഴിക്കാനായി 2 പപ്സ് വാങ്ങിയത്. വീട്ടിലെത്തി പ്ലേറ്റിലേക്ക് കഴിക്കാനായി എടുത്തപ്പോഴാണ് പപ്സിനുള്ളിൽ നിന്നും പുഴുക്കൾ പുറത്തേക്ക് വരുന്നത് കണ്ടത്. ഇതോടെ പപ്സ് കൂടുതൽ പരിശോധിച്ചപ്പോൾ അകത്ത് നുരനുരയായി പുഴുക്കളെ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ അബ്ദുൾ മജീദ് പപ്സുമായി ബേക്കറിയിലെത്തി വിവരം പറഞ്ഞപ്പോൾ വളരെ മോശമായ പ്രതികരണമാണ് ബേക്കറിയിൽ നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മണപ്പള്ളിയിലെ ബെസ്റ്റ് ബേക്കറിയിൽ നിന്നും പപ്സ് വാങ്ങിയത്. വീട്ടിലെത്തി കഴിക്കാൻ എടുത്തപ്പോഴാണ് പുഴുവിനെ കണ്ടത്. ഉടൻ തന്നെ ബേക്കറിയിൽ എത്തിയെങ്കിലും കട അടച്ചിരുന്നു. അതിനാൽ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ അവിടെ എത്തി കടയുടെ വിവരം പറഞ്ഞപ്പോൾ തട്ടിക്കയറുകയും തന്റെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കെന്താ എന്ന് ചോദിക്കുകയുമായിരുന്നു എന്നും വീട്ടുകാർ പറയുന്നു. ഈ സാധനം കൊണ്ട് രാത്രി തന്നെ കടയിൽ ചെന്നപ്പോൾ കട അടച്ചു പോവുകയും ഇന്ന് രാവിലെ കടയിൽ ചെന്നപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിച്ച് പുഴുവിനെ അതിൻ്റെ മുതലാളിയെ കാണിക്കുകയും ചെയ്തപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ചത്തുപോയാൽ എന്ത് എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ മറുപടി ചത്തുപോയാൽ ചത്തുപോകും എന്ന് പറയുക. അങ്ങനെ ഞാൻ കുറച്ചുകൂടി ബഹളം ഉണ്ടാക്കുകയും ആ പരിസരത്തുള്ള കടക്കാരും നാട്ടുകാരും എല്ലാം കൂടി അതിനെതിരെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അയാളുടെ ചോദ്യം, താൻ എൻ്റെ കട കൂട്ടിക്കുമോ അല്ലെങ്കിൽ ഇയാളെന്നെ തൂക്കിക്കൊല്ലുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് പോരുകയാണ് ചെയ്തത്. തനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ പരാതി നൽകാനാണ് കടയുടമ പറഞ്ഞതെന്നും ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇതോടെ ഇവർ തിരികെ വീട്ടിലെത്തി. തന്റെ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് സംഭവം വിവരിച്ചുകൊണ്ട് ഇദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഇനി ഇത്തരം ഒരു അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കാനാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതെന്നും അബ്ദുൾ മജീദ് പറഞ്ഞു. അബ്ദുൾ മജീദിന്റെ പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സംഭവം ഇത്രയും വിവാദം ഉണ്ടാക്കിയിട്ടും ബേക്കറി പ്രവർത്തിക്കുന്ന തഴവ പഞ്ചായത്തിലെ അധികൃതർ ഇവിടെ സന്ദർശിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല. കടയുടമ വിറ്റത് പഴകിയ പപ്സ് ആണെന്ന് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പുഴുവിനെ കണ്ടിരുന്നില്ലെങ്കിൽ അബ്ദുൾ മജീദിന്റെ കുട്ടികൾ ഇത് കഴിക്കുകയും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. പഴകിയ ഭക്ഷണം വിറ്റ ബേക്കറി ഉടമയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരും അബ്ദുൾ മജീദും പറയുന്നത്. ഇത് സംബന്ധിച്ച പരാതി ഇന്ന് തഴവ പഞ്ചായത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് നൽകുമെന്ന് അദ്ദേഹം മറുനാടനോട് പ്രതികരിച്ചു. അതേസമയം താൻ പഴകിയ ഭക്ഷണം വിറ്റിട്ടില്ല എന്നാണ് ബേക്കറി ഉടമയുടെ വാദം. മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് ഇതെന്നും അബ്ദുൾ മജീദ് തനിക്ക് പണം കടം തരാനുള്ളത് ചോദിച്ചതിന് ചെയ്ത പ്രതികാരമാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തന്റെ സ്ഥാപനം പൂട്ടിക്കാൻ നടത്തുന്ന നാടകമാണിതെന്നും വർഷങ്ങളായി മണപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന തന്റെ സ്ഥാപനത്തിനെതിരെ ഇതുവരെയും ഒരു ആരോപണം വന്നിട്ടില്ല എന്നുമാണ് ഇദ്ദേഹത്തിന്റെ വിശദീകരണം. എന്തായാലും കടയുടമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.